ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു ഉണ്ണിയപ്പം റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇത് നമുക്ക് പാളയംകോടൻ പഴം വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പം ഞാനൊരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരിയും അത് കഴുകി ഒരു ജാറിലൊക്കെ ഇട്ട്, പിന്നെ ഒരു 3 പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ശർക്കര ഉരുക്കിയ കൊണ്ടാണ് നമ്മൾ ഈ അരി അരക്കുന്നത്. നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. അതിലോട്ട് ഈ ശർക്കര പാനി ഒഴിച്ച് കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് ഒന്ന് തരിതരിയായിട്ട് അരച്ചെടുക്കണം. അപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങ നെയ്യിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നെയ്യിൽ മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ആ പശു നെയ്യിൻ്റെ തേങ്ങയും കൂടിയുള്ള ആ ഒരു മണം നല്ല ടേസ്റ്റും ഉണ്ടാവും. അങ്ങനെ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ബ്രൗൺ കളർ ആകുന്നുണ്ട്. അപ്പം നമുക്കിത് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് എള്ളും കൂടി ചേർക്കുന്നുണ്ട്. എള്ള് നല്ല ഹെൽത്തിയാണ്. അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്താൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും. ഞാനിത് കുറച്ച് നേരത്തെ കൂട്ട് ആക്കി വെച്ചതാണ്. പിന്നെ ഒരു വൈകുന്നേരം ചായ സമയമാകുമ്പോൾ ചുട്ടെടുത്താൽ മതി. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും. അങ്ങനെ മാവെല്ലാം ഒന്ന് മിക്സായി എടുത്ത് റെഡിയായി. അപ്പം ഞാനൊരു കാര്യം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് തിളച്ച് നമ്മൾ ഓരോ കുഴിയിലോട്ട് മാവ് ഒഴിച്ച് കൊടുത്തു. അപ്പം ഏകദേശം ഉണ്ണിയപ്പം റെഡിയായി വരുന്നുണ്ട്. ആദ്യം കുറച്ച് ഇളക്കിയെടുക്കാനുള്ള ഒരു പണിയുണ്ടായിരുന്നു ഒരു സൈഡിൽ. നല്ല കുറച്ച് അധികം തീയില്ലാണ്ട് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ ഉള്ളി അധികം വെന്ത് കിട്ടൂല. അങ്ങനെ ഉണ്ണിയപ്പം ഞാനിത് ഓരോന്നായിട്ട് കോരി മാറ്റി. ഇത് 4 കുഴിയുള്ള കാര്യമായതുകൊണ്ട് എനിക്ക് 2-3 പ്രാവശ്യം 3-4 പ്രാവശ്യം ചുട്ടെടുക്കേണ്ടി വന്നു. അങ്ങനെ ഉണ്ണിയപ്പം കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ. അങ്ങനെ വൈകുന്നേരത്തെ എൻ്റെ ഇന്നത്തെ 4 മണി പലഹാരമാണ് ഉണ്ണിയപ്പം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം. എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.